മലയാളത്തിൻ്റെ വാനമ്പാടി KS ചിത്രയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നടക്കുകയാണ്. അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്ന KS ചിത്രയുടെ ആഹ്വാനമാണ് വിവാദമായത്. ചിത്രയ്ക്കെതിരെ പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നു. എൻ്റെ ഒരു സംശയം, ചിത്രയ്ക്ക് എന്താ ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തഭിപ്രായം പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും അവർക്കില്ലേ? അതോ അവർ എന്ത് പറയണമെന്ന് ആരോടെങ്കിലും ആലോചിക്കണം? അവർ ആരുടെയെങ്കിലും അടിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഭരണഘടന അത് അനുശാസിക്കുകയും ചെയ്യുന്നു. അവർ അഭിപ്രായം പറഞ്ഞു എന്ന് കരുതി ഇത്രയും സൈബർ ആക്രമണം ശരിയാണോ എന്ന് ചിന്തിക്കണം. ചിത്രയ്ക്കെതിരായ ഇത്തരം പ്രതികരണങ്ങളിൽ വളരെ വേദനയുണ്ടെന്നാണ് ഗായകൻ G. വേണുഗോപാൽ പ്രതികരിച്ചത്. ഇന്നുവരെ യാതൊരു വിധത്തിലുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയതെന്നാണ് വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. വൈകുന്നേരം 4 നാമം ജപിക്കട, ഞായറാഴ്ച തോറും പള്ളിയിൽ പോവും, 5 നേരം നിസ്കരിക്കണം എന്ന് ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ചേച്ചിമാരും ഇല്ലാത്തൊരു വിപ്ലവകാരിയുടെ വീട് പോലും ഉണ്ടാകില്ലെന്നും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരും അവരെ ഉപേക്ഷിക്കുകയോ ബന്ധം വേർപെടുത്തുകയോ ചെയ്യാറില്ലെന്ന് വേണുഗോപാലിൻ്റെ കുറിപ്പിൽ പറയുന്നു. വേണുഗോപാലിൻ്റെ കുറിപ്പൊന്ന് കേൾക്കാം. ഇക്കഴിഞ്ഞ 50 വർഷത്തിലേറെയായി KS ചിത്രയെ അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടേതായി ഒരു വീഡിയോ വന്നത് സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥനാ നിരതരാവേണ്ടതിനെ കുറിച്ചാണ് വീഡിയോ. തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചു പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്നുവരെ യാതൊരു വിധത്തിലുമുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 44 വർഷങ്ങളിൽ ചിത്ര പാട്ട് പാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വരയോ എഴുത്തോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ചിത്രയ്ക്കില്ല. ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം. സംഗീതം, ഭക്തി, സ്നേഹം, സമഭാവന ഇതിനുമപ്പുറമൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല. ചിത്ര ചെയ്ത ജോലിയുടെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അവർ പാടിയ ഓരോ പാട്ടിലും 90% അതിലധികമോ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുമ്പോഴും ഒരു വേദിയിൽ പോലും ചിത്രയുടെ ശബ്ദമിടറി ഞാൻ കേട്ടിട്ടില്ല. ഈ ഭൂമിയിലേക്ക് പാടുക എന്ന കർമ്മം അനുഷ്ഠിക്കാൻ മാത്രം വന്നു ചേർന്ന ഒരു മഹാപ്രതിഭയാണ് ചിത്ര എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം മാത്രം. ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ? വൈകുന്നേരം 4 നാമം ജപിക്കട, ഞായറാഴ്ച തോറും പള്ളിയിൽ പോ, 5 നേരം നിസ്കരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ചേച്ചിമാരുമില്ലാത്ത ഒരു വിപ്ലവകാരിയുടെ വീട് പോലും ഉണ്ടാകില്ല. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരും അവരെ ഉപേക്ഷിക്കുകയോ ബന്ധം വേർപെടുത്തുകയോ ചെയ്യാറില്ല. സമൂഹ മാധ്യമമാകുന്ന ഈ കളിപ്പാട്ടത്തിൽ നമ്മൾ മലയാളികൾ അഭിരമിക്കുന്നു. ധൈര്യപൂർവ്വം നമ്മൾ അതിലൂടെ നേരിന്റെ ഒരു അരികു ചേർന്ന് നടക്കാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ കർശനമായ തിട്ടൂരങ്ങളും നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട്. ചിത്രയുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മൾ മലയാളികൾക്ക് ലോകോത്തരം എന്ന ലേബലിൽ സംഗീത ലോകത്തിന്റെ നെറുകയിൽ ചൂടിക്കാൻ ഒരു ചിത്രയും ഒരു യേശുദാസുമൊക്കെയാണുള്ളത്. ഒരു മനുഷ്യായുസിൽ ചെയ്യാൻ സാധിച്ചതിൽ എത്രയോ അധികം ഇവർ ചെയ്തിരിക്കുന്നു. അത് മുഴുവൻ കേട്ടാസ്വദിക്കാനും കൃത്യമായി വിലയിരുത്താനും നമുക്കും പോരാ ഒരു മനുഷ്യായുസ്. ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹരിക്കാം, വാക്കുകൾ മുഖവിലക്കെടുക്കാതിരിക്കാം. ഇവരാരും രക്തം ചീന്തിയ വഴികളിലൂടെ വന്ന് അധികാര ശ്രേണികളിൽ ഇരിക്കുന്നവരല്ല. ഇവർ ശത്രുതയിലും താളത്തിലും ഭാവാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയവരാണ്. അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്നു മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന.